ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബബ്ലൂസ് വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സെറ്റ് മുണ്ട് ഓണം ലുക്കിൽ അതാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസറാണ് ഇടാൻ വേണ്ടി പോകുന്നത്. മുഖം നന്നായി കഴുകി ഫ്രഷ് ആയതിന് ശേഷം ഞാൻ മുഖത്ത് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. മോയ്സ്ചറൈസർ ഇട്ട് നന്നായിട്ട് മുഖം ഒന്ന് മസാജ് കൊടുക്കണം. അത് നന്നായിട്ട് ഒരു ഫ്രഷ് ഫീൽ നമുക്ക് മുഖത്തിന് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടി വരും. എന്നിട്ട് ഞാൻ കണ്ണിൻ്റെ അടിയിൽ ചെറുങ്ങനെ ഒരു ഡാർക്ക് സർക്കിളുണ്ട്, അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കളർ ക്യാരക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. പീച്ച് കളർ ക്യാരക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ബ്രഷാണെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് കൺസീലറാണ്. കൺസീലർ വെച്ചിട്ട് നന്നായിട്ട് സ്മജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നോസിന് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കൺസീലർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത് അതും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഫിറ്റ്മിയുടെ മേബിലിൻ്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്, അത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കഴുത്തിൻ്റെ അവിടെയും ചെവിയുടെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ സ്മച്ച് ചെയ്യുമ്പോൾ അവിടേക്ക് എല്ലാം കൊടുത്ത് സ്പ്രെഡാക്കിയിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇത് നല്ല സെപ്പറേറ്റായി നിൽക്കാണ്ട് നല്ല ഇതിലായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തത് ഞാൻ നോസ് ഒന്ന് ഹൈലൈറ്റ് കോണ്ടൂർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കോണ്ടൂറിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നോസ് കോണ്ടൂറിങ്ങിന് ശേഷം ഞാൻ നമ്മുടെ ചീക്കും ഫോർഹെഡും ഒക്കെ കോണ്ടൂർ ചെയ്യുന്നുണ്ട്. ഇത് വരച്ചതിന് ശേഷം നല്ല ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ ബ്രഷോ ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രത്തോളം ബ്ലെൻഡിങ് ചെയ്യുന്നോ അത്രത്തോളം ഫേസ് നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫേസ് നന്നായിട്ട് കോണ്ടൂറും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് മുഖമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളടുത്ത് കോമ്പാക്ട് പൗഡറോ സെറ്റ് പൗഡറോ ഏതായാലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഫേസ് മാത്രമല്ല, ഇയറിൻ്റെ അവിടെ കഴുത്തിൻ്റെ താഴത്തും എല്ലായിടത്തും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അടുത്തത് ഞാൻ നമ്മുടെ ഐബ്രോ ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് നല്ല ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, അങ്ങനെ നല്ല തിക്കായിട്ടുള്ള ലൈറ്റ്, അപ്പോൾ അവിടെയൊക്കെ ഈ തിക്ക് കുറഞ്ഞ കൊടുത്തൊക്കെ ഒന്ന് ഞാൻ ഐബ്രോ വരച്ച് കൊടുത്തിട്ട് പോകുകയാണ്. ബ്രഷ് ഉണ്ടാവില്ലേ നമ്മുടെ ഐബ്രോ ബ്രഷ്, അത് വെച്ചിട്ട് ഞാൻ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഞാൻ അതുപോലെ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഐ ഷാഡോ ഇടാൻ വേണ്ടി പോകുന്ന ഒരു പീച്ച് ഗോൾഡൻ ലൈറ്റ് സ്മോക്കി ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ടൈമാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ പീച്ച് ഐ ഷാഡോ എടുത്തിട്ട് 2 കണ്ണിൻ്റെ ഇന്നർ കോണിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. കണ്ണിൻ്റെ 2 കണ്ണുകളിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ബ്രൗൺ ഷെയ്ഡ്, നല്ല ഡാർക്ക് ബ്രൗൺ അല്ല, ലൈറ്റ് കളർ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക.
നന്നായി സെറ്റ് ചെയ്ത് കൊടുക്കുക. 2 കണ്ണിനും നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ പീച്ച് ഇട്ടുള്ള ഷിമറി ഷെയ്ഡ് എടുത്തിട്ട് നടുക്കിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ആ ബ്രഷ് വെച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത ബ്രൗൺ കളർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ അടിയിൽ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. 2 കണ്ണിൻ്റെ അടിയിൽ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നന്നായിട്ട് വരച്ചു കൊടുക്കുക. അതിന് ശേഷം ഞാൻ വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഗോൾഡൻ കളറ് ഐ ഷാഡോ വീണ്ടും കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഐ ഷാഡോ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ കണ്ണിൽ കാജൽ എഴുതാൻ വേണ്ടി പോവുകയാണ്. ഒന്നെങ്കിൽ ബ്രൗൺ കളർ കാജൽ യൂസ് ചെയ്യാം, ബ്ലാക്ക്. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ കാജലാണ് യൂസ് ചെയ്യുന്നത്. ലാക്മിയുടെ ഐക്കോണിക്കിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. 2 കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ മേബിലിൻ്റെ ജെൽ ഐലൈനറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് കണ്ണ് നന്നായിട്ട് വരച്ചെടുക്കുക. നല്ല ഒരു ജെൽ കാജലാണ് മേബിലിൻ്റെത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഞാൻ കണ്ണ് എഴുതി കഴിഞ്ഞു. അതിന് ശേഷം മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. അത് മേബിലിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ്. ലാഷസ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ലാഷസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് ഒരു കോട്ടും കൂടി മസ്കാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലഷാണ്. ബ്ലഷ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ബ്ലഷൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചീക്കിൽ ബ്ലഷൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഭയങ്കര ഭംഗിയല്ലേ. അപ്പോഴേക്കും ബ്ലഷിൽ ലൈറ്റായിട്ട് ബ്ലഷ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ലൈറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ബ്രഷ് ഇട്ടതിന് ശേഷം ഞാൻ നമ്മുടെ ഐബ്രോയുടെ അടിയിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് സിൽവർ ഷെയ്ഡ് തന്നെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നോസിൻ്റെ മുകളിൽ അപ്പം ഐബ്രോയുടെ അടിയിൽ ചീക്കിൻ്റെ അവിടെ എല്ലായിടത്തും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിപ്പിൻ്റെ മീതെ എല്ലായിടത്തും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ നമ്മുടെ ഓറഞ്ച് ഷെയ്ഡായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ എക്സ്ട്രാ വന്നിട്ടുള്ള പൗഡറും കാര്യങ്ങളൊക്കെ ഒരു ബ്രഷ് വെച്ചിട്ട് നീക്കം ചെയ്യണം. നീക്കം ചെയ്തിട്ട് ബാക്കി എനിക്ക് ചെയ്യാനുള്ളത് മുടി കെട്ടാണ്ട്, അതുപോലെ തന്നെ പൊട്ട് വയ്ക്കാണ്ട്, പിന്നെ ഡ്രസ്സ് ഇടാണ്ട്, ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ലാസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനലിൽ സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ലാസ്റ്റ് ലുക്കാണിത്. മുടി ഞാൻ ബണ്ണ് വെച്ചിട്ട് ബാക്കിൽ റൗണ്ടായിട്ടാണ് കെട്ടിയിട്ടുള്ളത്. എന്നിട്ട് മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ജിമിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്, റെഡ് കല്ല് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പിച്ചിമുട്ടുമാലയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും.